പാണ്ഡവന്മാരെയൊക്കെ കൂട്ടി ഭീഷ്മരുടെ അടുക്കെത്തുന്നു. 10ാമത്തെ ദിവസം യുദ്ധം തുടങ്ങി. 10ാമത്തെ ദിവസം വീണേക്കണതാണ്. ശരീരം നിലത്തെ മുട്ടിയിട്ടില്ല, ആയുധങ്ങളിൽ അമ്പുകളിലാണ്. അങ്ങനെ കിടക്കുന്ന നിൽക്കിൽ എത്രയോ ഋഷീശ്വരന്മാർ ദിവ്യന്മാർ ചുറ്റും കൂടിയിരിക്കുക ഭീഷ്മരുടെ അന്ത്യം കാണാനായിട്ട്. സാധാരണ ഒരാളല്ല എന്ന് മനസ്സിലായി. സാധാരണ ആൾക്കാരൊക്കെ രാജാക്കന്മാരൊക്കെ ഓരോ അസ്ത്രം ശരീരത്തിൽ വന്ന് കൊള്ളുമ്പോഴേക്കും മറിഞ്ഞ് വീഴുന്നു, പ്രാണൻ പോകുന്നു. ഇത് ശരീരത്തിലെ മുഴുവൻ അസ്ത്രം തറച്ച് ഓരോ രോമകൂപത്തിലും കയറിയിട്ടും മരണം സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സന്തോഷമായിട്ട് കിടക്കുന്നു. എന്തോന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഇത് കണ്ടപ്പോഴാണ്, ഇത് സാധാരണ ഒരാളല്ലോ, എങ്ങനെ അദ്ദേഹത്തിൻ്റെ അവസാനം എങ്ങനെ ശരീരോപേക്ഷിക്കുന്നു കാണണമെന്ന് വിചാരിച്ച് എല്ലാവരും ചുറ്റും കൂടിയിട്ടുണ്ട്. അവിടേക്കാണ് പാണ്ഡവന്മാരെ കൂട്ടി ചെല്ലുന്നു. പാണ്ഡവന്മാരെ കണ്ടപ്പോഴേക്കും ഭീഷ്മർക്ക് കണ്ണുനീര് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അതിന് കാരണം ഭഗവാൻ തൻ്റെ ഈ ശരീരം മറയ്ക്കായി, ഉപേക്ഷിക്കായി. ഇത്ര കാലം 125 വർഷമാവാറായി. ഇത്രയും കാലമായിട്ടും കൃഷ്ണൻ ആരാ എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. അതാണ് ഭീഷ്മർക്ക് വല്ലാത്ത വിഷമം. എത്ര വലിയ ജീവിതത്തിൽ വലിയൊരു നഷ്ടം. യോഗീശ്വരന്മാർ പോലും ധ്യാനിച്ച് ഏതൊരു തത്വത്തെ സാക്ഷാത്കരിക്കുന്നുവോ ആ ഭഗവാൻ അനുഗ്രഹിക്കാനായിട്ട് ബന്ധുവായിട്ടും എല്ലാമായിട്ടും ഒപ്പം നിൽക്കുക. മറന്നു പോകണ്ടെന്ന് വിചാരിച്ച് വലിയ വലിയ ആപത്തുകൾ ഉണ്ടാക്കും. അത് ഭഗവാൻ അതിൽ നിന്ന് രക്ഷിക്കും. അപ്പോഴെങ്കിലും ഭഗവാനെ ഒന്ന് ഓർമ്മ വരണ്ടേ. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഭഗവാൻ തൻ്റെ രൂപം മറയ്ക്കാറായിട്ടും ഭഗവാൻ ആരാന്ന് മനസ്സിലായിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഭീഷ്മർക്ക് വിഷമം. അങ്ങനെ പറയാൻ തുടങ്ങി, നിങ്ങൾ സർവ്വധർമ്മങ്ങളുള്ള ആൾക്കാരാണ്, വില്ലാളി വീരന്മാരാണ്, എല്ലാ യോഗ്യതയുണ്ട്. സുഹൃത്തായിട്ട് നിങ്ങളുടെ വലിയ സുഹൃത്തായിട്ട് കൃഷ്ണനുമുണ്ട്. തതോ വിപത്, പിന്നെ നിങ്ങൾക്ക് ആപത്ത് വരുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാന്ന്? ഈ ഭഗവാനെ ഓർക്കാൻ വേണ്ടി, ഭഗവാൻ ആരാന്ന് നിങ്ങൾക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണനെക്കുറിച്ച് അങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇദ്ദേഹം എങ്ങനെയൊക്കെ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ശരീരോപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല നമുക്ക് ധർമ്മതത്വം പറഞ്ഞുതരാൻ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴാണ് ആ ശരശയനത്തുമ്മ കിടന്നുകൊണ്ടാണ് എല്ലാ ഉപദേശവും. മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കാര്യം മുഴുവൻ ഒരു ഇതിഹാസത്തിൽ കൂടെ ആണ്. ഒരു ഉദാഹരണമായിട്ട് ഇതിഹാസം കേൾപ്പിക്കാം. കഥയിൽ കൂടെയാണ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം. ഈ ഭാഗവതത്തോളം വലിപ്പമുണ്ട് ഭീഷ്മരുടെ ഉപദേശത്തിന് മഹാഭാരതത്തിൽ. ഇതിനേക്കാളും വലിപ്പമുണ്ട്. എല്ലാ കാര്യങ്ങളും ധർമാർത്ഥ കാമങ്ങളെക്കുറിച്ചെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുക, എല്ലാ സംശയങ്ങളും തീർത്തുകൊണ്ട്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇത് ഭഗവാന് പറഞ്ഞു കൊടുക്കാമെന്നുള്ളതല്ലേ, ഏതാനും വാക്കുകളെ കൊണ്ട് അതുണ്ടായില്ല. തൻ്റെ അടുക്കലേക്ക് വന്നു, തന്നെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഭക്ത വാത്സല്യം കൊണ്ടല്ലേ, തൻ്റെ മഹിമ ലോകത്തിന് കാണിച്ചു കൊടുക്കാനല്ലേ. എന്നാൽ പാണ്ഡവന്മാരെ പറഞ്ഞയച്ചാൽ മതിയായിരുന്നു. അതല്ല, കൃഷ്ണൻ വന്നു. എന്തിനാ കൃഷ്ണൻ വന്നേക്കണത്? അവസാനം തനിക്ക് ദർശനം തരാനാ. ഇതങ്ങോട്ട് ചിന്തിച്ചപ്പോഴേക്കും ഇനിയൊന്നും പറയാനില്ല. മറ്റെല്ലാം വിട്ടുകൊണ്ട് മുമ്പിൽ നിൽക്കുന്ന ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭഗവാനിൽ അങ്ങോട്ട് ലയിച്ച് ചേരണം. ശ്രീ ഭീഷ്മ ഉവാച ഇതി മതിരുപകൽപ്പിതാ വിതൃഷ്ണാ ഭഗവതി സാത്വതപുംഗവേ വിഭുംനി സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതി ഉപേഷി യദ്ഭവപ്രവാഹാം ത്രിഭുവനഗമനം തമാലവർണം രവികരഗൗരവരാംബരം ദധാനെ വപുരളകുലാവതാനനാബ്ജം വിജയസഖേരതിരസ്തുമേന വദ്യ യുധിതുരകരജോ വിധൂമ്രവിശ്വക്കചലുളിതശ്രമവാര്യ അലങ്കൃതാസ്യേ മമ നിശിതശരൈർവിഭിദ്യമാനധ്വജി വിരസൽക്കവചയസ്തു കൃഷ്ണാത്മാ സപതി സഖിവചോ നിശമ്യ മധ്യേ നിജപരയോർബലയോരഥന്നിവേശ്യ സ്ഥിതപതി പരസൈനികായുരക്ഷണാഹൃതവതി പാർത്ഥസഖേരിതിർമമാസ്തു വ്യവഹിതവൃതനാമുഖം നിരീക്ഷ്യ സ്വജനവധാത് വിമുഖസ്യ ദോഷബുദ്ധ്യാ കുമതിമഹരദാത്മവിദ്യയാശ്ചരണരതി പരമസ്യ തസ്യ മേസ്തു സ്വനിഗമപഹായ മൽപ്രതിജ്ഞാമൃതമധികർത്തുമോപ്ലുതോ രഥസ്ഥ ധൃതരഥചരണോഭ്യയാ ചലദ്ഗുരുഹരിവ ഹന്തുമിഭം ഗതോത്തരീയ
ശീതവിശിഖാതോ വിശീർണദംശ ക്ഷതജ പരിപ്ലുത ആതതായിനോ മേ പ്രസഭമഭിസസാര മദ്വദാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതിർമുകുന്ദഃ. വിജയരഥകുടുംബ ആത്മതോത്രേ ധൃത ഹയരശ്മിനി തശ്രീ യക്ഷണീയേ ഭഗവതിരതിരസ്തു മേ മുമൂർഷോ യമിഹ നിരീക്ഷ്യ ഹതാഗതാസ്വരൂപം ലളിതഗതിവിലാസവൽഗുഹാസപ്രണയ നിരീക്ഷണകൽപ്പിതോരുമാനാः കൃതമനുകൃതവത്യ ഉന്മദാന്ധാः പ്രകൃതിമകൻ കില യസ്യ ഗോപവധ്വാः മുനിഗണനൃപവര്യസങ്കുലേന്തഃ സദസി യുധിഷ്ഠിരരാജസൂയ യേഷാം അർഹണോപവേദ ഈക്ഷണീയോ മമ ദിശി ഗോചര ഏഷ ആവിരാത്മാ. തമിമമഹമജം ശരീരഭാജം ഹൃദി ഹൃദി ധിഷ്ഠിതമാത്മകൽപ്പിതാനം പ്രതിദൃശമിവ നൈകഥാർക്കമേകം സമധിഗതോസ്മി വിധൂതഭേദമോഹ. സൂതൗവാച കൃഷ്ണ ഏവം ഭഗവതി മനോവാക്തിഷ്ഠിവൃത്തിഭിः ആത്മന്യാത്മാനമാവേശ്യ സോന്തശ്വാസ ഉപാരമത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സമ്പദ്യമാനമാജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളെ സർവേ ബഭൂസ്തേ തൂഷ്ണീം വയാംസീവദിനാത്യയേ. തത്ര ദുന്ദുഭയോ നേതു ദേവമാനവവാദിതാഃ ശശംസൂഃ സാധവോ രാജ്ഞാം ഖാൽപേതു പുഷ്പവൃഷ്ടയ തസ്യ നിരഹരണാദീനി സംപരേതസ്യ ഭാഗ്യവാ. യുധിഷ്ഠിരക്കാരയിത്വാ മുഹൂർത്തം ദുഃഖിതോ അഭവത്. തുഷ്ടൂർമുനയോ ഹൃഷ്ടാഃ കൃഷ്ണം തദ്ഗുഹ്യനാമഭിः തതസ്തേ കൃഷ്ണഹൃദയാ സ്വാശ്രമാൻ പ്രയുഃ പുനഃ. തതോ യുധിഷ്ഠിരോ ഗത്വാ സഹ കൃഷ്ണോ ഗജാഹ്വയം പിതരം സാന്ത്വയാമാസ ഗാന്ധാരീം ച തപസ്വിനീം. പിത്രാ ചാനുമതോ രാജ വാസുദേവാനുമോദിതാഃ ചകാര രാജ്യം ധർമ്മേണ പിതൃപൈതാമഹം വിഭുഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം പ്രഥമസ്കന്ധേ യുധിഷ്ഠിരരാജ്യപ്രലംഭോ നാമ നവമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മറ്റൊന്നിലും ആഗ്രഹമില്ലാത്ത എൻ്റെ മനസ്സ് ഭഗവാനിൽ മാത്രം ഇരിക്കട്ടെ എന്നാദ്യം പ്രാർത്ഥിച്ചു. ഭഗവാന് ആ സൗന്ദര്യം ഏറ്റവും കൂടുതലായിട്ടുണ്ടായത് യുദ്ധഭൂമിയിലാണെന്നു. യുദ്ധഭൂമിയിൽ സൗന്ദര്യത്തിന് എന്താ പ്രസക്തി എന്നാണെങ്കിൽ അവിടെ യുദ്ധത്തിന് വന്ന ആളുകളൊക്കെ പാർത്ഥ സാരഥിയായിട്ടുള്ള ഭഗവാനെ കാണാനാണ് വന്നേക്കുന്നത്. വലിയൊരു തീർത്ഥയാത്ര നടത്തി കുചേലവൃത്തം കഴിഞ്ഞ് അത് വർണ്ണിക്കും 3 അധ്യായങ്ങളിൽ. തിരിച്ചു പോകാറാവുമ്പോൾ ഇനി എന്നാ ഈ കൃഷ്ണനെ കാണുക പിരിയേണ്ടി വന്നുവല്ലോ പിരിഞ്ഞു പോകേണ്ടി വന്നുവല്ലോ എന്ന് ദുഃഖിച്ചാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ ഭഗവാന്റെ സങ്കല്പമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനായിട്ടൊരു അവസരം ഉണ്ടാക്കുന്നത്. യുദ്ധത്തിന് വന്ന ആൾ കൃഷ്ണനാണ് തേർതെളിക്കുന്നതെന്ന് കണ്ടപ്പോൾ ആ പാർത്ഥസാരഥിയായിട്ടുള്ള കൃഷ്ണനെ കാണാലോ എന്ന് വിചാരിച്ചാണ് ആൾക്കാർ വന്നേക്കുന്നത്. അപ്പോൾ അവർക്ക് ദർശനം കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് എല്ലാം ഭഗവാൻ പറഞ്ഞത്. യുദ്ധം തുടങ്ങാറായപ്പോൾ അർജുനൻ്റെ തേര് തെളിക്കാം, മറ്റ് യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞു. ആ തേർത്തട്ടിലിരിക്കുമ്പോൾ എല്ലാവർക്കും കാണാനായിട്ട് പറ്റും. സാധാരണ ഒരു യോദ്ധാവായി നിൽക്കുമ്പോൾ പറ്റില്ല. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ പാർത്ഥസാരഥിയായിട്ട് തീർന്നത്. ആ പാർത്ഥസാരഥിയെ കാണാനാണ് ആളുകൾ വന്നേക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ അതിസുന്ദരമായിട്ട് കണ്ടാൽ പിന്നെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതെ ആ സ്മരണയോടുകൂടി വേണം ശരീരോപേക്ഷിക്കാൻ. അങ്ങനെ എല്ലാവർക്കും മുക്തി കൊടുക്കാനാണ് ഭഗവാൻ അങ്ങനെ ചെയ്തേക്കണേ. ആ രൂപം കണ്ടു. അപ്പോഴാണ് സുന്ദരമായിട്ടുള്ളത് ആ രൂപം. യുദ്ധഭൂമിയിൽ ആ വല്ലാത്ത പൊടിപടലങ്ങൾ പറന്ന് അത് ശരീരത്തിൽ പറ്റിക്കഴിഞ്ഞപ്പോൾ കൂടുതലായിട്ട് സുന്ദരമായിട്ട് തീർന്നു. അങ്ങനെ ആ രൂപം. ഇത് കഴിഞ്ഞാണ് ഭീഷ്മർക്കാണെങ്കിൽ എപ്പോഴും ആ ഭഗവാന്റെ രൂപം കാണണം, തൻ്റെ നേരേക്ക് നോക്കണം. വേറെ എവിടേക്കും നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ മൂർച്ചയേറിയിട്ടുള്ള ആയുധങ്ങൾ പ്രയോഗിക്കും. അത് ഭഗവാന്റെ ശരീരത്തിൽ ചെന്ന് പോർച്ചട്ട മുറിച്ച് ശരീരത്തിൽ ചെന്ന് കയറി രക്തം പുറത്തു വരും. അപ്പോൾ ആ ഭഗവാൻ ചിന്തിക്കുക, ഇത് വേറെ ആരെയല്ല, എൻ്റെ ഭക്തനായിട്ടുള്ള ഭീഷ്മരുടെ അസ്ത്രമാണ്. അല്ലാണ്ട് എൻ്റെ ശരീരത്തിൽ നിന്ന് പോർച്ചട്ട മുറിക്കാനോ ഒരു തുള്ളി രക്തം പുറത്തു വരുത്താൻ വേറെ ആരുടെ ആയുധങ്ങൾക്കും കഴിവില്ല. ഭീഷ്മരുടെ ആയുധം മാത്രമാണ്.
അദ്ദേഹത്തിൻ്റെ നേരേക്ക് താൻ നോക്കണം, തൻ്റെ ദർശനം കിട്ടണതിനല്ലേ എന്ന് മനസ്സിലാക്കി ചിരിച്ചുകൊണ്ട് നോക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ആളുകൾ പറയണു, ഇങ്ങനെയാണോ വേണ്ടത്? ആയുധം പ്രയോഗിച്ചു കഴിഞ്ഞാലേ നേരേക്ക് ഇങ്ങനെയാണോ? ആ ആളെ ഉടനെ നിഗ്രഹിക്കല്ലേ വേണ്ടേ എന്നൊക്കെ പറയും. പക്ഷേ ഭീഷ്മരുടെ വാക്ക് കേട്ടപ്പോഴാണ് അവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായത്. അവിടുന്ന് എൻ്റെ വാക്ക് ഞാൻ ആയുധം എടുപ്പിക്കും, ഭഗവാൻ ആയുധം എടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തപ്പോൾ ഭീഷ്മർ പറഞ്ഞു, ഞാൻ ആയുധം ധാരയിഷ്യേ, എടുപ്പിക്കും ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടാണ്. അതും കൂടിയാണ് സത്യമാക്കാനായിട്ട് ഭീഷ്മരുടെ ആയുധം കൊണ്ട് അവസാനം ഭീഷ്മരെ നിഗ്രഹിക്കാന്നുള്ള രീതിയിൽ ചക്രായുധമെടുത്ത് അർജുനെ രക്ഷിക്കാനാണ് വരുന്നു. ഇത് കണ്ടപ്പോഴാണ് സ്വന്തം വാക്ക് തെറ്റിയിട്ട് പോലും ഭക്തൻ്റെ വാക്ക് സാധിപ്പിച്ച് തരില്ലേ ഉണ്ടായിരിക്കണേ കൃഷ്ണ, ചക്രപാണയനം പറഞ്ഞ് ആയുധം താഴെ വച്ച് കണ്ണുനീരോടുകൂടി തൊഴുതിരിക്കാണ്ടായി. ഇങ്ങനെയല്ലേ ഭഗവാനെ അവിടുന്ന് ചെയ്തതിൻ്റെ വാക്ക് സത്യമാകില്ലേ എന്നാണ്. സ്വനിഗമം അപഹായ, തൻ്റെ പ്രതിജ്ഞ തെറ്റിക്കൊണ്ട് ഭക്തൻ്റെ വാക്ക് സാധിച്ചെന്നില്ല. ഇത് കേട്ടപ്പോഴാണ് അവിടെ കൂടിയ ആളുകളുണ്ട്, അവരെല്ലാവരും പറഞ്ഞിരുന്നത് എന്താ, കൃഷ്ണന് യാതൊരു സത്യവും ധർമ്മവും ഇല്ല, ആയുധം തൊടില്ല എന്ന് പറഞ്ഞിട്ട് വേണ്ട സമയത്ത് വന്നപ്പോൾ ആയുധമെടുത്ത ആളാണ് എന്ന് പറഞ്ഞതാ. പക്ഷെ ഇത് കേട്ടപ്പോഴാണ് ഇങ്ങനെ ആ ഭക്തൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാനുണ്ടായതല്ലേ. കൃഷ്ണൻ ധർമ്മം വിട്ട് നടന്നിട്ടില്ലാതെ നമ്മൾ തെറ്റിദ്ധരിച്ചു, നമ്മളങ്ങനെ തെറ്റിദ്ധരിച്ചതിൻ്റെ പാപമൊക്കെ ഭഗവാൻ ഇല്ലാതാക്കട്ടെ എന്ന് പോലും അവർ. അപ്പം ഇങ്ങനെ പല ഉദ്ദേശമുണ്ട്. ആളുകളെ തെറ്റിദ്ധാരണ ഇല്ലാതാക്കണം, സാക്ഷാ ഭഗവാനാണെന്ന് മനസ്സിലാക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഭീഷ്മരുടെ അത്ഭുതമായിട്ടുള്ള സ്തുതി. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് കൃഷ്ണതത്വങ്ങൾ, ഭഗവാന്റെ അവതാരമാണ്, ലോകത്തെ അനുഗ്രഹിക്കാൻ വന്ന ആളാണ് എന്നെല്ലാം മനസ്സിലായത് ഈ ഭീഷ്മരുടെ സ്തുതിയിൽ നിന്നാണ്. അത് കേട്ടപ്പോൾ അവർക്ക് വിവേകമുണ്ടായി. ഇതുണ്ടാക്കി കൊടുക്കാനാണ് ഭഗവാൻ. നേരിട്ട് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആ വിവേകം ഉണ്ടാവില്ല. അതുണ്ടാക്കി കൊടുക്കാനാണ് ഭഗവാൻ ഭീഷ്മരെ കൊണ്ട് സ്തുതിപ്പിച്ചതും എല്ലാം തന്നെ. ഇതൊക്കെ കഴിഞ്ഞ് ഭീഷ്മരുടെ ഉപദേശമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനാണ് ചെയ്യുന്നത് എല്ലാം ഈ അഹങ്കാരത്തോടു കൂടി ഇരുന്നാലാണ് വിഷമം എന്ന് മനസ്സിലാക്കി തത്വമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രജകളൊക്കെ വേണ്ട പോലെ രക്ഷിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴാണ് ദ്വാരകയിലാണെങ്കിൽ ഭഗവാനെ കാത്തിരിക്കുകയാണ് ആളുകൾ. അവരെ ഇവിടെയൊക്കെ എല്ലാവർക്കും വേണ്ട ചെയ്ത് ഉപദേശിച്ചു കൊടുത്ത് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് കർത്തവ്യങ്ങളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ദ്വാരകയിലേക്ക് പോകണം. അവിടെ അച്ഛനമ്മമാർ, മറ്റ് ഭഗവാന്റെ ഭക്തന്മാർ, കൂട്ടുകാരെല്ലാവരും കാത്തിരിക്കുകയാണ്. അവിടെ ചെന്ന് ഭഗവാൻ ദ്വാരകാവാസികളെ അനുഗ്രഹിക്കുന്ന അത്ഭുതമായിട്ടുള്ള ചരിത്രം 2 അധ്യായങ്ങളിൽ. ഇത് കഴിഞ്ഞാണ് വിതുരരെ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ട് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പുറപ്പെട്ടതാണ്. അദ്ദേഹം തിരിച്ചു വരൽ ഉണ്ടായ കഥകളൊക്കെ പറയൽ, ആ ഭഗവാന്റെ പോലും വേർപാട് പറഞ്ഞ് മനസ്സിലാക്കൽ, ഇങ്ങനെയുള്ള ആ ചരിത്രങ്ങളൊക്കെ വർണ്ണിക്കും. കൃഷ്ണൻ ഈ ലോകം വിട്ടു പോയെന്ന് കഴിഞ്ഞപ്പോൾ ഇനി ഇവിടെ ഇരിക്കാൻ കൊള്ളില്ല, എല്ലാം അമംഗളമാവും, കലി വന്നു ചേർന്നു എന്നും പറഞ്ഞ് പാണ്ഡവന്മാരൊക്കെ മഹാപ്രസ്ഥാനമായിട്ട് പോയി ഭഗവാനിൽ ചെന്ന് ലയിക്കുന്ന ഭാഗങ്ങൾ അങ്ങനെയുള്ളതൊക്കെയാണ് തുടർന്ന് വർണ്ണിക്കാനായിട്ട് പോകുന്നത്. ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സൂത ഉവാച ആനർത്താൻ സൗഭവർജ്യ. ശ്രീശൗനക ഉവാച ഹത്വാ സ്വരിക്തസ്പൃത ആതതായിനോ യുധിഷ്ഠിരോ ധർമ്മകൃതാം വരിഷ്ഠ സഹാനുജയ്യ പ്രത്യവരുദ്ധഭോജന കഥം പ്രവൃത്തഃ കിമകാരിഷിത്തതഃ. സൂത ഉവാച വംശം ഗുരോः വംശദവാഗ്നിനിർഹൃതം സംരോഹയിത്വാ ഭവഭാവനോ ഹരി നിവേശയിത്വാ നിജരാജ്യ ഈശ്വരോ യുധിഷ്ഠിരം പ്രീതമനാ ബഭൂവഃ. നിശമ്യ ഭീഷ്മോക്തമഥാച്യുതോക്തം പ്രവൃത്തവിജ്ഞാനവിധൂതവിഭ്രമം ശസാസുകാമിന്ദ്രൈവാദിതാശ്രയ പരിദ്യുവാന്താമനുജാനുവർത്തിതാം. കാമം പുവരിഷപത്യന്യഃ സർവകാമദുഘാ സതി സർവകാമദുഘാമഹി ശിഷിജുസ്മാ വ്രജാൻ ഗാവ
പയസോധസ്വതിർമുദാം നദ്യസമുദ്രാവിരയാ സവനസ്പതിവീരുധാം ഫലന്ത്യോഷധയഃ സർവാ കാമം അന്വതു തസ്യ വൈ നാഥയോ വ്യാധയ ക്ലേശാഃ ദൈവഭൂതാത്മഹേതവ അജാതശത്രാവഭവൻ ജന്തൂനാം രാജ്ഞി കരിഹിചിത് ഉഷിത്വാസ്തിനപുരേ മാസൻ കതിപയാൻ ഹരി സുഹൃദാൻ ച വിശോകായ സ്വസുശ്ച പ്രിയകാമ്യയാ ആമന്ത്രിച്ചാഭ്യനുജ്ഞാത പരിഷ്വജ്യാഭിവാദ്യതം ആരുരോഹരഥം കൈശ്ചിത് പരിഷ്വക്രോഭിവാദിതാഃ സുഭദ്രാ ദ്രൗപദീ കുന്തി വിരാടതനയാ തഥാ ഗാന്ധാരി ധൃതരാഷ്ട്രശ്ച യുൽസുർഗൗതമോ യമോ മൃഗോദരശ്ച സൗമ്യശ്ച സ്ത്രയോ മത്സ്യസുതാദയാം ന സേഹിരേ മുഹ്യന്തോ വിരഹം ശാർഗധന്വനഃ സത്സംഗാന്മുക്തദുസ്സംഗോ ഹാതുന്നോത്സവദേവുധ കീർത്യമാനം യശോ യസ്യ സകൃതാകർണ്യരോചനം തസ്മിന്യസ്തധിയ പാർത്ഥാ സഹേരൻവിരഹം കഥം ദർശനസ്പർശനാലാപശയനാസനഭോജനൈः സർവേ തേ നിമിഷൈരക്ഷൈസ്തമനുദ്രുതചേതസ വീക്ഷന്ത സ്നേഹസംബദ്ധാഭിചേരുസ്തത്ര ന്യരുന്ധനുദ്ഗൽപാഷ്പം ഔത്കണ്ഠ്യാ ദേവകീസുതേ निर्यात्यगारां नो भद्रमिति स्यात् बान्धवस्त्रियः मृदङ्गशङ्खभैर्यश्च वीणावणवगोमुखाः धुन्धुर्यानकघण्टाद्याः दुर्दुन्दुभयस्तथा प्रासादशिखरारूढा कुरुनार्योदिरक्षया ववर्षोः कुसुमैः कृष्णं प्रेमपुरीडास्मिदेक्षणाः सितातपत्रञ्जग्राः मुक्तादामविभूषितं रत्नदण्डं गुडाकेशाः प्रियप्रियतमस्य उद्धवः सात्विकश्चैव व्यजने परमाद्भुते विकीर्यमाणः कुसुमैरेजे मधुपति पथि अश्रूयन्ताश्च सत्यास्तत्र तद्विजेरिताः नानुरूपानुरूपाश्च निर्गुणस्य गुणात्मनः अन्योन्यमासीत् सञ्जल्प उत्तमश्लोकचेतसां कौरवेन्द्रपुरस्त्रीणां सर्वश्रुतिमनोहरः स वैकिलायं पुरुषः पुरातनो य एकासीदविशेषात्मनि अग्रे गुणेभ्यो जगदात्मनीश्वरे निमीलितात्मन्निशि सुप्तशक्तिषु स एव भूयो निजवीर्यचोदितां स्वजीवमायां प्रकृतिं सिदृक्षतिम् अनामरूपात्मनि रूपनामनि विधिल्समानोऽनुससारशास्त्रकृत स वा अयं यल्पदमत्र सूरयो जितेन्द्रियानुर्जितमाधरीश्वरां पश्यन्ति भक्ति उल्कलित अमलात्मना नन्वेषतत्वं परिमाष्टुमर्हति स वायं सख्यानुगीतसल्कथो वेदेषु गुह्येषु च गुह्यवादिभिः य एक ईशो जगदात्मलीलया सृजत्यवत्यत्तिन तत्र सज्जते यदा ह्यधर्मेण तमोधिया तमोधियो नृपाः जीवन्ति तत्रैषैः सात्वतः किलाम् धत्ते भगं सत्यमृतं दयां यशो भवाय रूपाणि दधद्युगे युगे अहो अलम श्लाघ्यतमं यदोःकुलम् अहो अलम पुण्यतमं मथोर्वनं यदेष पुंसामुषभश्रियपति स्वजन्मना चङ्क्रमणेन चाञ्चति अहो बत स्वैर्यशस्तिरस्करी कुशस्थली पुण्यसस्करी भुवः पश्यन्ति नित्यं यदनुग्रहेषितं स्मितावलोकम् स्वपतिं स्मयत्प्रजाः नूनं व्रतस्नानहुतादिनेश्वरः समर्चितो ह्यस्य गृहीतपाणिभिः पिबन्ति याः साक्षाधरामृतं मुहुः व्रजस्त्रियाः सम्मुहुर्यदाशयाः या वीर्यशुल्केन हृता स्वयंवरे प्रमथ्य चैत्यप्रमुखान् हि शुष्मिणः प्रद्युम्न साम्बाम्ब सुतादयो वरायश याश्चाहृता भौमपथे सहस्रशाम् एताः परं स्त्रीत्वम् अवापास्तपेशलं निरस्तशौचं वदसाधुकुर्वते यासां गृहात् पुष्करलोचनपतिर्न जात्ववैत्याहृतिभिर्हृदि स्पृशन् एवं विधाविनन्दीनां शरीरं पुरयोषितां निरीक्षणेन अभिनन्दन् सस्मितेन यौवरी अजातशत्रुप्रतनां गोपीठाय मधुद्विषाः परेभ्यः शङ्कितस्नेहात् प्रायुं रजदुरङ्गिणीम् अथ दूरागतान् शौरिकौरवान् विरहातुरान् तपनन् सन्निवर्त्या दृढं स्निग्धान् प्रायात्सुनगिरिं प्रियैः
കുരുജാങ്കലപാഞ്ചാലാൻ ശൂരസേനൻ സയാമുനാൻ ബ്രഹ്മാവർത്തം കുരുക്ഷേത്രം മത്സ്യാൻ സാരസ്വതാനഥാം മരുധന്വമതിക്രമ്യ സൗവീരാഭീരയോപ്പരാൻ ആനർത്താൻ ഭാർഗവോപാഗാശ്രാന്തവാഹോമനാഗ്വിഭോ തത്രത്യൈർഹരി പ്രത്യുദ്യതാരിഹണഃ സായം ഭേജേതിശം പശ്ചാത് യുവിഷ്ഠോഗാം ഗതസ്തദാം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷികോപാഖ്യാനേ ശ്രീകൃഷ്ണദ്വാരകാഗമനം നാമ ദശമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.